ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് ഇട്ടായിരുന്നു അല്ലേ, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലെറ്ററിൻ്റെയും ഇമെയിലിൻ്റെ ഫോമാറ്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇന്ന് അതും കൊണ്ടാണ് വന്നേക്കുന്നത്. ലെറ്ററിൻ്റെയും ഇമെയിലിൻ്റെ ഫോമാറ്റ് നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, ആദ്യം ലെറ്റർ പഠിക്കാം. ലെറ്റർ ഇപ്പോൾ 2 ടൈപ്പ് ലെറ്റർ ഉണ്ടല്ലേ. ഏതൊക്കെയാ അത്? ഫോമൽ ലെറ്റർ ഉണ്ട്, ഇൻഫോമൽ ലെറ്റർ ഉണ്ട്. ഓഫീസിലേക്കൊക്കെ നമ്മൾ അയക്കുമ്പോൾ ഫോമൽ ലെറ്ററും, അല്ലാതെ നമ്മൾ റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന്, പാരൻസിനൊക്കെ അയക്കുമ്പോൾ ഇൻഫോമൽ ലെറ്ററും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോമൽ ലെറ്ററിന്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓഫീസിലേക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന ലെറ്റർ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നെയിം ഓഫ് ദ സെൻറ്റർ വെക്കുക. സെൻറ്ററിന്റെ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം അല്ലേ. നമ്മൾ എന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പം എൻ്റെ നെയിം ആണെങ്കിൽ മിത, അത് കഴിഞ്ഞ് എൻ്റെ അഡ്രസ്സ് വെക്കുക. എന്നാണോ എഴുതുന്ന ആ ഡേറ്റ് വെക്കുക. ഒരു ലൈൻ വിട്ടിട്ട് 2 അഡ്രസ്സ് വെക്കുക. 2 അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആർക്കാണോ എഴുതുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ടു ദ വില്ലേജ് ഓഫീസ് കരുവാറ്റ PO ആലപ്പുഴ. ഓക്കെ, പിൻ കോഡ് വേണമെങ്കിലും വെക്കാം. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ പിൻ കോഡ് വരുമല്ലോ. അത് കഴിഞ്ഞ് ഒരു ലൈൻ വിട്ടിട്ട് സല്യൂട്ടേഷൻ വെക്കുക. സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്ന് വെച്ച് ഒരു കോമയൊക്കെ ഇട്ടിട്ട് താഴെ സബ്ജക്റ്റ് എന്ന് എഴുതുക, ഒരു കോളൻ ഇടുക. എന്നിട്ട് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വിഷയത്തെ പറ്റിയാണോ എഴുതുന്നത് അത് ഒറ്റ ലൈൻ എഴുതുക. എന്തിന് ഈ ഒരു കാര്യത്തിനാണെന്ന് ആ ഒരു ലൈൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവണം. അങ്ങനെ അത് കഴിഞ്ഞ് ബോഡി ഓഫ് ലെറ്റർ വെക്കുക. ബോഡി ഓഫ് ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണോ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു മാറ്റർ അത് എഴുതുക. ഓക്കെ, അത് വളരെ ഒരുപാട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വലിച്ചു നീട്ടി കുളമാക്കാതെ കുറച്ച് ഷോർട്ടാക്കി കൺസൈസ് ആക്കി കുറച്ചായിട്ട് ആൾക്ക് മനസ്സിലാകണം, വായിക്കുന്ന ആൾക്ക് മനസ്സിലാകുക. ആ ഒരു എയിം വെച്ച് വേണം എഴുതാനായിട്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ ലെറ്റേഴ്സിലും എഴുതാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഒഫീഷ്യൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫോമൽ ലെറ്ററിൽ എഴുതാൻ പറ്റിയ ഒരു കാര്യമാണിത്. താങ്ക് യു ഫോർ യുവർ കൺസിഡറേഷൻ, വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. അത് കഴിഞ്ഞ് യുവർ സിൻസിയർലി, നെയിമും സിഗ്നേച്ചറും, നിങ്ങളുടെ പേരും സിഗ്നേച്ചറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ്. ഡേറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞ് ഡിയർ നെയിം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഡിയർ മിത എന്ന് വെച്ച് ഒരു കോമയൊക്കെ ഇട്ടിട്ട് കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ഒരു കാഷ്വലായിട്ട് ചോദിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹൗ യു എന്ന് ചോദിക്കാം. ഹോപ്പ് യു ആർ ഫൈൻ, ഐ എം ഓൾസോ ഫൈൻ ഹിയർ. ഹൗ യുവർ ഫാമിലി മെമ്പേഴ്സ്, ഹൗ ഈസ് ദ വെദർ ദെയർ, ഹിയർ ഇറ്റ്സ് റെയിനിങ് നൗ, ഹൗ വാസ് യുവർ വീക്കെൻഡ്. ഇതൊക്കെ എല്ലാ ലെറ്ററിലും ചോദിക്കാൻ പറ്റിയൊരു കാര്യമാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദ ലെറ്റർ എഴുതാം. അതൊരു 2 പാരഗ്രാഫിലൊക്കെ എഴുതാം, ഷോർട്ടായിട്ടുള്ള 2 പാരഗ്രാഫ്. ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും ഈ ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലൊരു ലെറ്റർ എഴുതുക. അപ്പോൾ ആ ഒരു കാര്യം എന്താണോ അതിനെപ്പറ്റി കുറച്ച് എഴുതുക, 2 പാരഗ്രാഫിലൊക്കെ എഴുതുക. എന്നിട്ട് ലാസ്റ്റ് എഴുതാൻ പറ്റുന്നതാണ് വെയിറ്റിംഗ് ടു സീ യു സൂൺ, പിന്നെ ടിൽ ദെൻ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇതൊക്കെ ഒരു ഇൻഫോർമൽ ലെറ്ററിൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അവസാനം വിത്ത് ലവ് യുവർ നെയിം. ഓക്കെ, ഇവിടെ സിഗ്നേച്ചറിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഇൻഫോർമൽ ലെറ്ററിൽ. അപ്പോൾ വിത്ത് ലവ് എന്ന് എഴുതിയിട്ട് നെയിം മാത്രം എഴുതുക. ഇത്രയേ ഉള്ളൂ ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ലെറ്റർ ടു എ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ പാരന്റ്. നെക്സ്റ്റ് നമ്മൾ ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. ഒരു ബോക്സിനകത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ. ഇവിടെ ഇപ്പോൾ ഞാനൊരു ബോക്സ് വരച്ചിട്ടില്ല, ബോക്സ് വരയ്ക്കണം. വരച്ചിട്ട് വീണ്ടും അതിനകത്ത് 5 ബോക്സ് വരയ്ക്കണം. അതിൽ ഫ്രം വേണം, ടു വേണം, CC, BCC, സബ്ജക്റ്റ്. അതെന്താണെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഫ്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് എന്താണോ നിങ്ങളുടെ മെയിൽ അതവിടെ എഴുതുക. അത് കഴിഞ്ഞ് ടു, ആർക്കാണോ വായിക്കുന്നത് ആ ആളുടെ മെയിൽ അഡ്രസ്സ്. അത് കഴിഞ്ഞ് CC, BCC, അതൊന്നും ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു CC എന്നും BCC എന്നും എഴുതിയിട്ട് വെറുതെ അങ്ങ് വിട്ടാൽ മതി. CC എന്ന് പറയുമ്പോൾ കാർബൺ കോപ്പി എന്നും BCC എന്ന് പറയുമ്പോഴത്തേനും ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നുമാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് അയക്കുന്നുണ്ടല്ലോ ഇമെയിൽ, അപ്പോൾ ആ ഇമെയിൽ തന്നെ വേറൊരാൾക്കും കൂടി സെൻഡ് ചെയ്യണം. അതിൻ്റെ ഒരു കാർബൺ കോപ്പി വേറൊരാൾക്കും കൂടി സെൻഡ് ചെയ്യണമെങ്കിൽ അതിൽ CC എന്നുള്ള വെച്ചിട്ട് ആ ആളുടെ അഡ്രസ്സ് വെക്കാം. ആ ആളുടെ മെയിൽ ID, അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ID അത് വെക്കാം. എന്നിട്ട് BCC എന്ന് പറയുമ്പോൾ ഇവർ 2 പേർക്കും അല്ലാതെ ഒരാൾക്കും കൂടി, ഇവർ 2 അറിയാതെ വേറൊരാൾക്കും കൂടി ഈ സെയിം സംഭവം തന്നെ അയക്കുകയാണ്. അപ്പോൾ അവിടെ BCC, അതൊന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്രമും ടൂവും CC, BCC നിങ്ങൾ വെറുതെ എഴുതിയിരുന്നാൽ മാത്രം മതി. ഫ്രം ടു വെക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് സബ്ജക്റ്റ് എന്ന് വെക്കുക. എന്ത് കാര്യമാണോ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലൈനിൽ എഴുതുക, അത് ഒരു ലൈനിൽ എഴുതുക. അത് കഴിഞ്ഞ് താഴെ ഇതെല്ലാം ഒരു ബോക്സ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലാണ്. ഫ്രമും ടൂവും CC, BCC, സബ്ജക്റ്റ്. ഓർക്കുക
മൊത്തത്തിൽ ഒരു ബോക്സിൽ വേണം നമ്മൾ ഇമെയിൽ എഴുതാനായിട്ട്. ഇവിടെ ഞാൻ വരച്ചിട്ടില്ല, അതുകൊണ്ട് ഓർത്തിരിക്കണം. അത് കഴിഞ്ഞ് ഡേറ്റ് വെക്കുക. അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിയർ സർ ഓർ മാഡം, അങ്ങനെയല്ല, ഒരു ഇൻഫോർമൽ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനാണ് എഴുതുന്നതെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് വെച്ച് തുടങ്ങുക. അത് കഴിഞ്ഞ് 3 പാരഗ്രാഫിലാണ്. ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ആണെങ്കിൽ 3 പാരഗ്രാഫ് വേണം. ആദ്യത്തെ പാരഗ്രാഫിൽ ഇൻട്രോ പാരഗ്രാഫ്, ഇപ്പം നിങ്ങൾ ആരാണ്, ഞാൻ ഈ ആളാണ് എന്ന് ഇൻട്രോ ആയിട്ട് ഒരു പാരഗ്രാഫിൽ എഴുതുക. ഇന്ന ആള് പറയുകയാണ് എന്നുള്ള അർത്ഥത്തിൽ എഴുതുക. എന്നിട്ട് മാറ്റർ എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് 2ാമത്തെ പാരഗ്രാഫിലും. പിന്നെ കൺക്ലൂഡിങ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് എഴുതുക. അപ്പോൾ ഒരു ഫ്രണ്ടിനാണ് ഇത് എഴുതുന്നതെങ്കിൽ ഈ ഇൻട്രോ പാരഗ്രാഫിൻ്റെ കാര്യമില്ല. കാര്യം നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ അറിയാമല്ലോ, അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല. അപ്പോൾ ഒരു മാറ്ററും കൺക്ലൂഡിങ് ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതി നിർത്താം. അത് കഴിഞ്ഞ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വെക്കുക, നെയിം വെക്കുക. ഇവിടെ സിഗ്നേച്ചറിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് വെക്കുക, നെയിം വെക്കുക. ഇത്രയേ ഉള്ളൂ ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ്. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടാക്കിയാണ് പറഞ്ഞത്, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.